നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചൂണ്ടൽ ചിറപ്പറമ്പിൽ നിന്നും ലക്ഷങ്ങളുമായി വൻ ചീട്ടുകളി സംഘത്തെ പിടികൂടി. 16 പേരടങ്ങുന്ന സംഘത്തിൽ നിന്ന് 17,70,000-ലധികം രൂപയും മൊബൈൽ ഫോണുകളും പോലീസ് സംഘം പിടിച്ചെടുത്തു. ചൂണ്ടൽ ചിറപ്പറമ്പ് ട്യൂബ്ലൈറ്റ് റോഡിൽ പ്രദേശവാസിയായ മണികണ്ഠന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ D. വൈശാഖിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ACP CR സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ചീട്ടുകളി സംഘം പിടിയിലായത്. കണ്ണൂർ, പാലക്കാട്, മലപ്പുറം, തൃശൂർ തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നും എത്തിയവരാണ് ഇവിടെ ചീട്ടുകളി നടത്തിയിരുന്നത്. ഡാൻസ് ഓഫ് സംഘം കുറച്ചു ദിവസമായി ഇവിടെ നിരീക്ഷിച്ചു വരികയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് വീട് വളഞ്ഞ് ചീട്ട് കളിക്കുന്നതിനായി എത്തിയ 16-അംഗ സംഘത്തെ കസ്റ്റഡിയിലെടുത്തത്. 19 മൊബൈൽ ഫോണും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘവും കുന്നംകുളം പോലീസും ചേർന്നാണ് സംഘത്തെ പിടികൂടിയത്. സംഘാംഗങ്ങളുടെ വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, CPOമാരായ അനീഷ്, രവി, അഖിൽ കൃഷ്ണ, സുഗതൻ, സുനിൽ, കണ്ണൻ, കബീർ, പ്രവീൺ എന്നിവരും ചീട്ടുകളിക്കാരെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സമീപകാലത്ത് പോലീസ് പിടികൂടിയ ഏറ്റവും വലിയ തുകയാണ് ചീട്ടുകളി സംഘത്തിൽ നിന്നും കണ്ടെടുത്തത്. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കിഴൂർ ശ്രീ കാർത്യായനി ദേവീക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഹോമകുണ്ഡത്തിൽ മഹാഗണപതി ഹോമം ക്ഷേത്രം തന്ത്രി പോർക്കുളം കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് 9-ന് ഗജപൂജയും ആനയൂട്ടും ആരംഭിച്ചു. കുന്നംകുളം നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ഗജവീരൻ ചെമ്പൂക്കാവ് വിജയ് കണ്ണന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, ദേവസ്വം ഓഫീസർ അഖിൽ നന്ദകുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PJ റോയ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആനയൂട്ടിൽ 25 ആനകൾ പങ്കെടുത്തു. ആനയൂട്ടിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് ഗണപതി ഹോമത്തിന്റെ പ്രസാദവും ഊട്ടുപുരയിൽ പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു. കിഴൂർ ശ്രീകാർത്യായനി ദേവീക്ഷേത്ര സംയുക്ത ഉത്സവ സമിതിയുടെ സഹകരണത്തോടെ നടന്ന ആനയൂട്ടിൽ നിരവധി പൂരാഘോഷ കമ്മിറ്റികൾ പങ്കെടുത്തു. സംഘാടക സമിതി ഭാരവാഹികളായ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PJ റോയ്, സെക്രട്ടറി VV വിമൽ, ട്രഷറർ അഖിൽ നന്ദകുമാർ, ജനറൽ കൺവീനർ C. പ്രവീൺകുമാർ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. പൊന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ 72 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം ജൂലൈ 28 തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ നിർവഹിക്കും. ഗ്രാമപഞ്ചായത്തിലെ എടക്കഴിയൂർ ഫിഷറീസ് ഉന്നതിയിലെ 15 കുടുംബങ്ങൾക്കും അകലാട് 3 ഇനിയിലെ 45 കുടുംബങ്ങൾക്കും മറ്റു പ്രദേശങ്ങളിലെ 12 കുടുംബങ്ങൾക്കും ഉൾപ്പെടെ 72 കുടുംബങ്ങൾക്കാണ് പട്ടയ വിതരണം നടത്തുന്നത്. അകലാട് അൽസാക്കി മെഹന്തി ഗാർഡനിൽ വെച്ച് നടത്തുന്ന പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി സംഘടക സമിതി രൂപീകരണ യോഗം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അറിയിച്ചു. UDF പാലയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. വർഷങ്ങളായി മാലിന്യ ദുരിതം അനുഭവിക്കുന്ന പാലയൂർ പ്രദേശവാസികളുടെ വിഷയത്തിൽ ചാവക്കാട് നഗരസഭ 13-ാം വാർഡ് കൗൺസിലറുടെ മൗനം പ്രദേശവാസികളോടുള്ള വെല്ലുവിളിയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. ദസ്തഗീർ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. 14-ാം വാർഡ് കൗൺസിലർ സുപ്രിയ രാമചന്ദ്രൻ, UDF നേതാക്കളായ ലത്തീഫ് പാലയൂർ, PM അനസ്, PV പീറ്റർ, PV മനാഫ്, സുഭാഷ് പൂക്കാട്ട്, ആസിഫ് വലിയകത്ത്, AT മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ചക്കങ്കണ്ടം പാലത്ത് നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ചിൽ 100ഓളം പേർ പ്രതിഷേധ ചൂട്ടുമായി പങ്കെടുത്തു. AH ആരിഫ് സ്വാഗതവും അനീഷ് പാലയൂർ നന്ദിയും പറഞ്ഞു. 6 മക്കളുണ്ടായിട്ടും അനാഥൻ, തുടയിൽ തകർന്ന 80-കാരൻ പരിചരിക്കാൻ ആളില്ലാതെ വേദന തിന്ന് ബുദ്ധിമുട്ടുന്നു. പട്ടിത്തറ പഞ്ചായത്തിലെ കരിയമ്പറമ്പ് 4 സെന്റ് ഗ്രാമത്തിൽ തുറക്കപ്പറമ്പിൽ കുഞ്ഞിക്കോയെയാണ് വീഴ്ചയിൽ വേദനകളോട് മല്ലിട്ട് ജീവിതം തള്ളി നീക്കുന്നത്. സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ഈ 80-കാരൻ. മൂന്ന് ദിവസം മുമ്പ് തന്റെ വീടിനോട് ചേർന്ന് വീണ മരം വെട്ടിമാറ്റുന്നതിനിടെയാണ് കുഞ്ഞിക്കോയ തെന്നി വീണത്. തുടർന്ന് സമീപത്തെ ബന്ധുക്കൾ ചേർന്ന് ആലൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചു. അവിടെ നടന്ന പരിശോധനയിലാണ് തുടയെല്ല് പൊട്ടിയതായി കണ്ടെത്തിയത്. ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. എന്നാൽ ആശുപത്രിയിൽ പരിചരിക്കാൻ ആളില്ലാത്തതിനാൽ കുഞ്ഞിക്കോയയെ സ്വകാര്യ ക്ലിനിക്കിൽ നിന്നും തിരികെ വീട്ടിലേക്ക് തന്നെ മാറ്റി.
നിലവിൽ വിണ്ടുകീറിയ മൺചുമരുകളും ഏതു നിമിഷവും തകർന്നു വീഴാറായ മേൽക്കൂരയുമുള്ള വീട്ടിലെ ഇരുട്ടുമുറിയിൽ ഓരോ നിമിഷവും വേദനയോട് മല്ലിട്ട് ജീവിതം തള്ളി നീക്കുകയാണ് ഇയാൾ. എങ്ങനെ നല്ല വേദന ഉണ്ടോ? കടുപ്പല്ല. മൂന്ന് ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തതാണ് കുഞ്ഞിക്കോയയുടെ ദുർവിധി. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പരസഹായം വേണമെന്നിരിക്കെ സമീപവാസികളുടെയും മറ്റും കരുണയിലാണ് കഴിക്കാൻ ഭക്ഷണം നൽകി വരുന്നത്. ആൾക്കാരൊന്നുമില്ല, ബന്ധുക്കളൊന്നും ഇല്ല. മക്കളൊക്കെ ഉണ്ട്, 8 മക്കളൊക്കെ ഉണ്ട്. അവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ കിടപ്പ് തന്നെയാണ്. അതിൻ്റെ ബന്ധുക്കളൊക്കെ വന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു ഇടിഞ്ഞു പൊളിഞ്ഞ വീഴാറായിട്ടുള്ളൊരു വീടാണ്. എപ്പോഴത് വീഴാന്നറിയില്ല. അതിൻ്റെ ഉള്ളിലാണ് മൂപ്പര് കിടപ്പ്. ഓരോ മണിക്കൂറുകൾ വൈകുമ്പോഴും പൊട്ടിയ തുടയെല്ലിനായുള്ള ചികിത്സാ സാധ്യതകളും കുറഞ്ഞുവരികയാണ്. പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാവ മാളിയേക്കൽ എന്നിവർ വീട്ടിലെത്തി കുഞ്ഞിക്കോയെ സന്ദർശിച്ചു. ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഇവർ തയ്യാറാണെങ്കിലും ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ ആളില്ലാത്തതാണ് തുടർ ചികിത്സയെ പ്രതിസന്ധിയിലാക്കുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തകർന്നു വീഴാറായ വീടിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. 6 മക്കളുണ്ടായിട്ടും അനാഥ ജീവിതം നയിക്കുന്ന കുഞ്ഞിക്കയെ സഹായിക്കാൻ സുമനസ്സുള്ളവർ എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണിനി ബാക്കി. മക്കൾക്ക് വിളിച്ചു നോക്കി. അപ്പോൾ മക്കൾ പറഞ്ഞ് ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല, വേറെ ആളെ വിളിച്ചോളി എന്നാണ് മക്കൾ പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. ഇതെന്തായാലും പൊളിഞ്ഞു വീഴാറായിരിക്കണം വീട്. അടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഞമ്മളിനൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ പൊന്നിയൂർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് പി ബാബുവിന്റെ അധ്യക്ഷതയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ പി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കുന്നംകട്ടയിൽ അബൂബക്കർ, മുഹമ്മദ് ഉണ്ണി, P രാജൻ, രാമദാസ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ പങ്കെടുത്തു. തൃത്താല ബ്ലോക്ക് കോഓപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ചാലിശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് നടത്തി. ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ നടന്ന സദസ്സ് മുൻ തൃത്താല MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട ചടങ്ങ് നമ്മുടെ LSS USS വിജയികളെ അനുമോദിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മിടുക്കന്മാരുമായിട്ടുള്ള കുട്ടികൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ട്രോഫിക്കോടെ ഇതാണല്ല, ഈ തരം ഒരു അനുമോദന പത്രമാണ് നിങ്ങൾക്കായി ഉപഹാരമായിട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നേട്ടമാണ് യഥാർത്ഥത്തിൽ. ഞാൻ എല്ലാ വിജയികളെയും അതിൻ്റെ പേരിൽ ഹാർദമായി അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങളെപ്പോലെ എൻ്റെ 2 കുട്ടികളും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ 2 പേരും സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള പണം ലഭിക്കാൻ സർക്കാർ കാലതാമസം വരുത്തുന്നതും സ്കൂൾ യൂണിഫോമിന്റെ പണം വൈകിക്കുന്നതും ചൂണ്ടിക്കാട്ടിയ VT ബൽറാം ഇവ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നും കൂട്ടിച്ചേർത്തു. സൊസൈറ്റി പ്രസിഡന്റ് MM സേതുമാധവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ചാലിശ്ശേരിയിലെ പ്രിയദർശിനി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകിയ മെഡിക്കൽ കോട്ട സമ്മാനിച്ചു. പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ ജലീൽ നരിക്കാട്ടിൽ, കോയ മൈലാടിക്കുന്ന് എന്നിവർ ഏറ്റുവാങ്ങി. ലഹരിക്കെതിരെ ഏകപാത്ര നാടകത്തിലൂടെ ബോധവൽക്കരണം നടത്തുന്ന ഗോപിനാഥ് പാലഞ്ചേരിയെ ആദരിച്ചു. മേഖലയിൽ നിന്ന് USS LSS സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് KM ചന്ദ്രശേഖരൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, സൊസൈറ്റി ഡയറക്ടർമാരായ ബാവ മാളിയേക്കൽ, MM അഹമ്മദുണ്ണി, VK യൂസഫ്, PA ബഷീർ, PK അപ്പുണ്ണി, ഓമന പാലഞ്ചേരി, A കമലം, AV പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ചേറ്റുവ ദേശീയപാത ഉടൻ സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യമുന്നയിച്ച് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ ധർണ സംഘടിപ്പിച്ചു. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ നടന്ന ധർണ ഗുരുവായൂർ നഗരസഭാ ചെയർമാനും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു.
നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ കെ മുബാറക്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AH അക്ബർ, MR രാധാകൃഷ്ണൻ, മാലിക്കുളം അബ്ബാസ്, CPI ലോക്കൽ സെക്രട്ടറി AA ശിവദാസൻ, CPM ലോക്കൽ സെക്രട്ടറിമാരായ PS അശോകൻ, AA മഹേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പൊന്നിയൂർക്കുളം സംസ്കാര GCC സംഘടിപ്പിക്കുന്ന VP മാമു സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3-ന് AEO ഓഫീസിന് സമീപത്തെ സംസ്കാര GCC ഓഫീസിൽ നടക്കുന്ന ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയാകും. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയും മറ്റു മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ആദരിക്കും. സാംസ്കാരിക സംഗീത കൂട്ടായ്മയായ താൾ ഓഫ് സംസ്കാരിക്കും ചടങ്ങിൽ ആരംഭം കുറിക്കും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അഹമ്മദ് സഹൽ, ഇന്ത്യ-നേപ്പാൾ ഇന്റർനാഷണൽ സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ജിജമോൾ, യൂറോപ്യൻ കമ്മീഷന്റെ മേരി ക്യൂറി ഫെലോഷിപ്പ് കരസ്ഥമാക്കിയ ഐശ്വര്യ, അക്യുപഞ്ചർ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഷഹീറ ഷെരീഫ്, NPC മിസ്റ്റർ കേരള ചാമ്പ്യൻഷിപ്പിൽ 4ാം സ്ഥാനം നേടിയ KS അബ്ജിത്ത് എന്നിവരെയും ചടങ്ങിൽ അനുമോദിക്കും. സംസ്കാര ജനറൽ സെക്രട്ടറി TM ഷമീദ്, കോർഡിനേഷൻ ചെയർമാൻ MK രഘുനാഥ്, മൂസക്കുട്ടി, V ഷഹീൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂരിൽ ലിറ്റിൽ ഫ്ലവർ സെന്റർ ഫോർ ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് IQAC, IIC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിനും പൂവൺ ഫ്ലെയിംസ് ദി ആർട്ട് ഓഫ് വിക് എന്ന ശിക്ഷണ ശില്പശാലയ്ക്കും തുടക്കം കുറിച്ചു. LF കോളേജിലെ സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറായ ഷിനോജ് KA ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ J ബിൻസി അധ്യക്ഷയായി. സ്ത്രീ ശാക്തീകരണത്തിന് മികച്ച മാതൃകയായ പൊന്നാനി തെയ്യങ്ങാട് വെളിച്ചം സ്റ്റോറുമായുള്ള സഹകരണത്തിൽ സംഘടിപ്പിച്ച ശില്പശാല വിദ്യാർത്ഥിനികൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് മികച്ച വേദിയായി തീർന്നു. പരിപാടിക്ക് LFCIE കോർഡിനേറ്റർ ഡോക്ടർ JC EJ, IQAC കോർഡിനേറ്റർ ഡോക്ടർ സിതാര K ഉറുമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കർക്കിടകം 1-ാം തീയതി രാവിലെ 5 മണിക്ക് നട തുറന്നതിനു ശേഷം നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, പായസ നിവേദ്യത്തോടുകൂടിയ ഉച്ചപൂജ, ഉപദേവമാർക്കുള്ള നിവേദ്യം എന്നിവ നടന്നു. ക്ഷേത്രം ഊരാളൻ കൂടിയായ ഡോക്ടർ പാളൂർ ദാമോദരൻ നമ്പൂതിരി, മേൽശാന്തി അരവിന്ദ് ചൗബി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രദീപ് ചെറുവാശ്ശേരിയുടെ രാമായണ പാരായണവും നടക്കുന്നുണ്ട്. ജൂലൈ 27-ന് ഞായറാഴ്ച രാവിലെ വിശേഷാൽ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവത് സേവയും കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുമെന്ന് പട്ടിശ്ശേരി ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,060 രൂപ, പവന് 72,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 121 രൂപ. ചരമം. പൊന്നിയൂർക്കുളം ചെറായി പരേതനായ മാമ്പറ്റ് കണ്ടംകുട്ടിയുടെ മകൻ പ്രസാദ് നിര്യാതനായി. 51 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുധ ഭാര്യയും അതുൽ കൃഷ്ണ, അതുല്യ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.